സൗദിയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ വ്യാപകമായ സ്വദേശിവൽക്കരണം നടപ്പാക്കും. ജനറൽ മാനേജർ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, പർച്ചേസിംഗ് മാനേജർ എന്നീ തസ്തികകളിൽ വിദേശികൾക്ക് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തും. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. മലയാളികളായ പ്രവാസികളെ അടക്കം നിരവധി പേരെ പുതിയ തീരുമാനം ബാധിക്കും. 3 മാസങ്ങൾക്ക് ശേഷമായിരിക്കും നിയമം നടപ്പാക്കുക. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായാണ് തീരുമാനം. ജനറൽ മാനേജർ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, പർച്ചേസിംഗ് മാനേജർ എന്നീ തസ്തികകൾ വിദേശികൾക്ക് മാത്രമാക്കും. പ്രവാസികൾക്കുള്ള രേഖകളിൽ നിന്ന് നിലവിൽ ജനറൽ മാനേജർ പ്രൊഫഷൻ നീക്കം ചെയ്തിട്ടുണ്ട്. ഇത്തരക്കാർക്ക് സിഇഒ, ബോർഡ് ചെയർമാൻ തുടങ്ങിയ തസ്തികകളിലേക്ക് മാറ്റാൻ കഴിയും. ജീവനക്കാരനെ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനിൽ അതേ പ്രൊഫഷൻ രജിസ്റ്റർ ചെയ്താലാണ് ഇത് സാധ്യമാവുക. സ്ഥാപനത്തിൽ അതേ പ്രൊഫഷനിലുള്ള മറ്റു ജീവനക്കാർ ഉണ്ടാകാനും പാടില്ല. സ്വദേശികൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി. സ്വകാര്യ മേഖലയിൽ 60% മാർക്കറ്റിംഗ് പ്രൊഫഷണൽ മേഖലയിലെ സ്വദേശിവൽക്കരണം. തസ്തികയിൽ 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ബാധകമാവുക. മാർക്കറ്റിംഗ് പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ കുറഞ്ഞ വേതനം 5500 റിയാലായും നിശ്ചയിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിംഗ് ഏജന്റ്, അഡ്വർടൈസിംഗ് മാനേജർ, ഗ്രാഫിക് ഡിസൈനർ, അഡ്വർടൈസിംഗ് ഡിസൈനർ, പബ്ലിക് റിലേഷൻസ് സ്പെഷ്യാലിസ്റ്റ്, അഡ്വർടൈസിംഗ് സ്പെഷ്യാലിസ്റ്റ്, മാർക്കറ്റിംഗ് സ്പെഷ്യാലിസ്റ്റ്, പബ്ലിക് റിലേഷൻസ് മാനേജർ, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ തസ്തികയിലും സ്വദേശിവൽക്കരണം നടപ്പാക്കും. 3 മാസങ്ങൾക്ക് ശേഷമായിരിക്കും നിയമം നടപ്പാക്കുക. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.